നമസ്കാരം. അക്ഷരവീഥികളിലൂടെ മാത്രം സഞ്ചരിച്ച അല്ലെങ്കിൽ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട കവി ONV സാറാണ് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത്. സർ നമസ്കാരം. നമസ്കാരം. അക്ഷരവീഥികളിലൂടെ മാത്രം സഞ്ചരിച്ച അല്ലെങ്കിൽ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന സാറിനെയാണ് ഞങ്ങൾക്ക് സിനിമാ ലോകത്തേക്ക് കിട്ടിയിരിക്കുന്നത്. ഓരോ മലയാളിക്കും ശരിക്കും പറഞ്ഞാൽ അതൊരു അഭിമാനമാണ്, ചെറിയ രീതിയിലൊരു അഹങ്കാരമാണ്. എന്നാൽ നമുക്ക് ആ ഒരു അധ്യാപകന് ജീവിതത്തിൽ ആ കാലം തൊട്ട് തുടങ്ങാം. എങ്ങനെയായിരുന്നു സാർ ആ ഒരു സമയം എന്ന് പറയുന്നത്? ഈ അക്ഷരവീഥിയിലൂടെ മാത്രം സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ മറ്റ് വീഥികൾ ഒക്കെ മറന്നുകൊണ്ട് ഉള്ള ഒരു വീഥിയല്ല ഇത്. ഈ അക്ഷരവീഥി എന്ന് പറയുന്നത് തന്നെ അങ്ങനെ മറ്റുള്ളവർക്ക് അടച്ചു കൊടുത്തിട്ടുള്ള ഒരു വീഥിയല്ല, അതൊരു പൊതുവീഥി തന്നെയാണ്. പക്ഷെ ആ പൊതുവീഥിയിലൂടെ സ്വന്തം അക്ഷരങ്ങളെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട്, സ്വന്തം അക്ഷരം എന്ന് പറഞ്ഞാൽ സ്വന്തം തോന്നിയാക്ഷരങ്ങളെന്ന് പറയും, തോന്നുന്ന അക്ഷരങ്ങളെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പോവുക. അതിപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ സൂക്ഷിച്ചാൽ മാത്രം പോരാ, ഈ ട്രാഫിക് റൂൾസിലെ നിയമത്തിൽ കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് എന്ന് പറയും, മറ്റുള്ളവരുടെ തെറ്റുകൊണ്ട് വരുന്ന അപകടങ്ങൾ, അതും സൂക്ഷിക്കണം നമ്മൾ. അങ്ങനെ ഒരുപാട് സൂക്ഷിച്ചാണ് ഈ അക്ഷരവീഥിയിലൂടെയുള്ള സഞ്ചാരം. അതും ഇപ്പോൾ 8 പതിറ്റാണ്ട് ജീവിച്ചു. ഇനി ഏതാണ്ട് ഒരു 14-ാമത്തെ വയസ്സിൽ ആദ്യത്തെ കവിത പ്രസിദ്ധീകരിച്ചു. അപ്പം അതിനു മുമ്പ് ഒരുപാട് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ പ്രസിദ്ധീകരിക്കുന്ന കവിതയല്ല ആദ്യത്തെ കവിത. ഒരുപാട് കോറിയിട്ടതിൻ്റെ ഒരു പരിണത ഫലമാണ്, അതിൻ്റെ ഒരു ഇതാണ് ഈ പുതിയതായിട്ട് നമ്മൾ പ്രസിദ്ധീകരിച്ച സൂര്യപ്രകാശം കാണുന്നത്. ഈ അക്ഷരവീഥിയിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് മറ്റ് വീഥികളിലൂടെ സഞ്ചരിച്ച ഒരുപാട് പേരുമായിട്ട് ബന്ധപ്പെടേണ്ടതായിട്ടും അവരോട് ഒരു പ്രതികരണാത്മകമായിട്ട് ഇടപെടേണ്ടതായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ മനസ്സിൽ ലോകത്തെപ്പറ്റി ഒരു ധാരണയുണ്ടാക്കും. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നതിനെ അത് മനസ്സിലാക്കുന്നത്. കണ്ടും, ഒരു പൂവ് കണ്ടു, ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പൂവുന്നതാ പറന്ന് അമ്മേ എന്ന് പറയുമ്പോൾ കുഞ്ഞ് ആദ്യമായിട്ട് പൂവ് കാണുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അത്ഭുതമാണത്. അപ്പോൾ ഈ സാദൃശ്യം കൊണ്ട് പൂമ്പാറ്റ ഇങ്ങനെ പറന്നു പോകുന്നു എന്നാണ് പൂവിനെ കണ്ടിട്ട് അതിന് തോന്നുന്നത്. പൂമ്പാറ്റ പറന്നു പോകുമ്പോൾ അത് പൂവാണെന്നാണ് തോന്നുന്നത്. പിന്നീടാണ് അത് അറിയുന്നത്, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ അതെല്ലാം എന്ന്. ഇങ്ങനെ തെറ്റായി മനസ്സിലാക്കിയും പിന്നെ അത് ശരിയാക്കിയും തന്നെത്താനെ ശരിയാക്കിയും മറ്റുള്ളവർ പറഞ്ഞ് ശരിയാക്കിയും ഒക്കെ ഈ പ്രപഞ്ചത്തെ നമ്മൾ ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ കണ്ട് അറിഞ്ഞ് ആസ്വദിച്ച്, ചിലത് കാണുന്നു, അതറിയുന്നു, പിന്നെ ആസ്വദിക്കുന്നു, പിന്നെ വേറൊന്നുണ്ട് ആഗ്രഹിക്കുന്നു. പൂവിനെ പൂവെന്നറിയുന്നു, അതിൻ്റെ മണം ആസ്വദിക്കുന്നു, പിന്നെ ഈ പൂവ് കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ അറിയുക, ആസ്വദിക്കുക, ആഗ്രഹിക്കുക, ഇങ്ങനെ 2-3 പ്രക്രിയകളുണ്ട് മനസ്സിൽ, തനിയെ നടക്കുന്നതാണ്. അങ്ങനെ ഈ പ്രപഞ്ചത്തെ കണ്ട് ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചത്തെ ആഗ്രഹിക്കുകയാണ് ഞാൻ. എത്ര മനോഹരമായ ഭൂമി, ഇവിടെ വീണ്ടും വീണ്ടും ജനിക്കാനിടയാകണമേ എന്ന് എനിക്ക് മുമ്പേ പോയ ഒരു കവി പ്രാർത്ഥിച്ചു എങ്കിൽ, ആശിച്ചുവെങ്കിൽ അത്ര മനോഹരമാണ് ഈ ഭൂമി. അപ്പോൾ ഈ ഭൂമി കാണുമ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ ആറന്മുള മനോഹരമായ വയലുകളുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുവഴി പോകുമ്പോൾ വള്ളംകളിക്ക് പ്രസിദ്ധമാണല്ലോ, ആറന്മുള കണ്ണാടി പ്രസിദ്ധമാണല്ലോ. അതൊക്കെ തന്നെ ഒരു ഗ്രാമീണ സംസ്കൃതിയുടെ ഉൽപ്പന്നങ്ങളാണ്. ആ മനോഹരമായ ആറന്മുളയിൽ ഒരു വലിയ പ്ലെയിൻ വന്നിറങ്ങുന്നു ഹുങ്കാരത്തോടുകൂടി എന്നുള്ളത് ഒരു വലിയ വികസനമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. നേരെ മറിച്ച് തിരുവനന്തപുരത്താണെങ്കിൽ അതൊരാവശ്യമാണ്, തീർച്ചയായിട്ടും. അത് എറണാകുളത്താണെങ്കിലും ആവശ്യമാണ്. അതുപോലെ ഈ ആറന്മുളയിൽ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ കായലും നദിയും ഈ ക്ഷേത്രപ്രകൃതിയും, ആ ക്ഷേത്രമൊക്കെ ഉണ്ട് മനോഹരമായിട്ട്, ഈ വള്ളംകളിക്കാർ പാടുന്ന ആ പാട്ടിൻ്റെ ആ പഴയ ദ്രാവിഡ താളവും ആ തുഴയും ഒക്കെ തന്നെ എന്തുകൊണ്ട് വിദേശികളിത് കാണാൻ വരുന്നു? അവർക്കത് ഒരു പുതുമയാണ്. അതെന്നും നിലനിർത്താൻ നമുക്ക് സാധിക്കണം. എന്തിന് നമ്മുടെ കെട്ടുവള്ളത്തിൻ്റെ ഭംഗി പോലും നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ നീണ്ടകര ചെന്നാൽ പെയിൻ്റ് അടിച്ച യന്ത്ര ബോട്ടുകളാണ് അവിടെ ആ ഒരു മത്സ്യബന്ധനത്തിന് വേണ്ടി ഉണ്ടാക്കിയത്. അത് വേണ്ടെന്ന് പറയുകയല്ല, പക്ഷേ നേരത്തെ കൂട്ടി നമ്മുടെ ഈ നാടൻ വള്ളങ്ങളും
ഈ നീർക്കോലി പോലെയുള്ള വള്ളങ്ങളും ഇല്ലേ ഒറ്റയ്ക്ക്. പിന്നെ കാശ്മീരിൽ ചെന്നപ്പോൾ അവിടെ ഒരിക്കൽ കണ്ടതാണ് പഞ്ചാബിലെ ഈ ചെറിയ ചെറിയ നദികളിൽ ഇക്കരെ അക്കരെ പോകുന്നതിന് ഒരു വള്ളത്തിലോട്ട് കയറിയിരുന്ന ഒരു കുട്ടി ഇങ്ങനെ ഉന്തുമ്പോൾ അവൻ്റെ വീട്ടിലക്കരയെത്തും. ഇതൊക്കെ നമ്മുടെ ഈ പ്രകൃതിയിൽ തനിയെ നൂറ്റാണ്ടുകളായിട്ടുണ്ടായതാണ്. ഇതിനാണ് പൈതൃകം എന്ന് പറയുക. ഇതുമൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു ദുഃഖം തോന്നും. പക്ഷേ വള്ളത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു യന്ത്രവൽകൃതം എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളിലും എല്ലാം യന്ത്രവൽകൃതമാകും. അപ്പോൾ ഇങ്ങനെ യന്ത്രവൽകൃതമാകുന്ന ഇപ്പോൾ യന്ത്രവൽകൃതത്വം എന്ന് പറയുന്നതൊരു ആഭാസമായി തീരുന്നതിൻ്റെ ഉദാഹരണം 12 പേരുള്ള ഒരു ഓഡിയൻസിനെ പോലും മൈക്ക് വെച്ചിട്ട് അഭിസംബോധന ചെയ്യാൻ സാധിക്കും നമുക്ക്. അപ്പോൾ അത് യന്ത്രം ആവശ്യമാണ്, യന്ത്രത്തിനോട് എതിരല്ല. പക്ഷേ ഈ യന്ത്രം എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള വിവേചനം എന്ന് പറയും. ആ വിവേചനമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. എന്തായാലും ഈ അക്ഷരവീഥിയിലൂടെ നടന്നാണ് ഇതൊക്കെ കണ്ടും കേട്ടും അവസാനം ഞാൻ ഈ ഭൂമിയുടെ ഒരു കാമുകനായിത്തീരുന്നു. ഭൂമി എൻ്റെ മുത്തശ്ശിയുടെയും മുത്തശ്ശിയാണെങ്കിലും ഈ കാമുകൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക അർത്ഥത്തിലാണ്, ഒരു വലിയൊരു ഉദാത്തമായ അർത്ഥത്തിലാണ്. കാരണം അത്ര കണ്ട് പ്രണയം തോന്നുന്നു. ഒരു കൊച്ചു കുഞ്ഞിന് അമ്മയുടെ പാല് കുടിച്ച് കഴിയുമ്പോൾ വിശപ്പടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കും. ആ അമ്മയുടെ കാച്ചിയ മണം എണ്ണ മണമുള്ള മുടിയിലൊക്കെ ഇങ്ങനെ കൈവിരൽ ഓടിക്കും. അമ്മയുടെ മുഖം കണ്ട് ആസ്വദിക്കും. അങ്ങനെയാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ ആ അമ്മയെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ അമ്മയെ അങ്ങ് സ്നേഹിക്കുകയാണ് കുട്ടി. അതുകൊണ്ടാണ് കുറച്ച് കഴിയുമ്പോൾ ആ അമ്മ വേറൊരാളെടുത്താലും അമ്മയടുത്തേക്ക് കൈ നിൽക്കുന്നത്. അതെ. അപ്പോൾ ഇനി ഈ ലോകം വിട്ട് ഇനി വേറൊരു ലോകത്ത് ഒരു വലിയ ഒരു പദവി തരാമെന്ന് പറഞ്ഞാലും വേണ്ട, എനിക്കെൻ്റെ ഈ ഭൂമി മതി, എനിക്കെൻ്റെ ഈ മണ്ണ് മതി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഞാനൊരു പിന്നെ ആകസ്മികമായിട്ട് ഓർമ്മ വന്നതാണ്. ഒരു വഴിപോക്കൻ വിശന്ന് വലഞ്ഞ് ദാഹിച്ചു വലഞ്ഞ് ഈ നമ്മുടെ ചണ്ടാലഭിഷയിലെ പോലെ ഒരു ഗ്രാമത്തിൽ ഒരു സ്ഥലത്ത് ചെന്നു. അപ്പോൾ ഒരു സ്ത്രീ അയാൾക്ക് സ്വർണ്ണപാത്രത്തിൽ വെള്ളം കൊടുത്തു. അപ്പോൾ അവരുടെ ആ ഒരു വലിപ്പം കാണിക്കാനാവും. വേറെ ഒരു സ്ത്രീ അയാൾക്ക് ഒരു വെള്ളിപ്പാത്രത്തിൽ കൊടുത്തു. മറ്റൊരു സ്ത്രീ അയാൾക്ക് ഒരു മൺപാത്രത്തിൽ കൊടുത്തു. അപ്പോൾ ഇയാൾ ഈ മൺപാത്രത്തിലെ വെള്ളം വാങ്ങി കുടിച്ചു. കാരണം ജലത്തിന് അതിൻ്റെ പ്രഭവ കേന്ദ്രമായ മണ്ണിൽ ആണ് ഏറ്റവും പരിശുദ്ധി എന്ന് അയാൾക്ക് തിരിച്ചറിയാമായിരുന്നു. അപ്പോൾ ആ മൺപാത്രത്തിൽ നമ്മൾ തന്നെ വീടുകളിൽ പോലും മൺകൂജകളിൽ ജലം ശുദ്ധീകരിക്കാനായിട്ട് വയ്ക്കുന്നില്ലേ? അപ്പോൾ ഒരു സ്വർണ്ണപാത്രത്തിനും ഈ മണ്ണിനെ മാറ്റാൻ സാധിക്കില്ല, ഈ മണ്ണിൻ്റെ പരിശുദ്ധിയെ മാറ്റാൻ സാധിക്കില്ല. നേരത്തെ പറഞ്ഞു കുഞ്ഞിന് അമ്മയുടെ അടുത്തുള്ള പൊസസീവ്നെസ്. തന്നെയല്ല, ലോകത്തെ ഏറ്റവും വലിയ ഒരു പരിശുദ്ധ സ്ത്രീ കഥാപാത്രം ഇതിഹാസങ്ങളിലെ അത് ആരാണ്? സീതയാണ്. മണ്ണിൻ്റെ മകളാണ്, ഭൂമിയുടെ മകളാണ്. നേരത്തെ പറഞ്ഞു കുഞ്ഞിന് അമ്മയുടെ അടുത്തുള്ള ഒരു പൊസസീവ്നെസ്. അതുപോലെ ഭൂമിയെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും ഭൂമിക്കൊരു ചരമഗീതം തീർച്ചയായിട്ടും നമുക്ക് ലഭിച്ചത്. അതെ, അല്ലാതെ അത് ഇപ്പോൾ പരിസ്ഥിതിക്ക് വേണ്ടി വാദിക്കാനുള്ള കവികളുടെ ഒരു സമ്മേളനത്തിൽ ആണ് ആദ്യം ചൊല്ലിയതെങ്കിലും അത് മനസ്സിൽ കിടന്നത് ഈ ഭൂമിയോടുള്ള അഗാധമായ ആ ഒരു പ്രണയത്തിൽ നിന്നാണ്. അതിനെ പ്രണയമെന്ന് വിളിക്കാൻ കാരണം അതിലൊരു പാഷനുണ്ട്. വെറും ഒരു ഉദാത്ത സ്നേഹം ആണെങ്കിൽ പോലും അത് കുറച്ചുകൂടെ ഒരു പാഷനും അതിനകത്തുണ്ട്. ഈ ഭൂമിയോട് അത്ര കണ്ട് ഭൂമിയെ മണക്കുക. ചിലപ്പോൾ നമുക്ക് ഈ പുല്ല് ഈ കോളി വസ്ത്രം ഉടുക്കുമ്പോൾ ചില പഴയ ആളുകൾ ഓണക്കോടി കൊടുക്കുമ്പോൾ അത് മണപ്പിക്കാറുണ്ട്. അറിയാമോ? അതെ, ഇന്നത്തെ പുസ്തകം തുറക്കുമ്പോൾ ഒരു മണമാണ്. അതാണ് അതിനെ സ്നേഹിക്കുന്ന ഒരു പാഷൻ. അതുപോലെ ഈ ഭൂമിയെ സ്നേഹിക്കുമ്പോൾ നമുക്ക് ഈ പുല്ലിൻ്റെ ഒരു മണം തന്നെ അത് കണ്ടിട്ടിങ്ങനെ നോക്കുകയല്ല, അതിൻ്റെ ഒരു മണം. അതുപോലെ ഒരു പച്ചിലയുടെ മണം, ഇതിൻ്റെ എല്ലാം ഒരു മണമുണ്ട്. എന്തിന് അത്ര സുഖകരമല്ലാത്ത ഒരു മണമാണ് വയലിലെ ചാഴിയുടെ മണം. പക്ഷേ വരമ്പിലൂടെ നടന്നു പോകുമ്പോൾ ആ ചാഴി മണം നമ്മളൊരു ഗൃഹാതുരത്വം ഉണ്ടാക്കും. ആറന്മുളയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് സംസാരിച്ചു. പക്ഷേ സാറിൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വഞ്ചിപ്പാട്ടും ഓണപ്പാട്ടും എല്ലാം ഉണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ചൈൽഡ്ഹുഡ്? എൻ്റെ ബാല്യകാലത്ത് ഞാനൊരു 7-8 വയസ്സ് വരെ കൊല്ലം നഗരത്തിലാണ് ജീവിച്ചത്. ജനിച്ചത് ചവറയിലാണ്, ഒരു കരുനാഗപ്പള്ളി താലൂക്കിലുള്ള കൊല്ലത്ത് നിന്ന് ഒരു 10 മൈൽ അകലെയുള്ള ഒരു ഗ്രാമത്തിലാണ്. കേട്ടിട്ടുണ്ടാവും ജയന്തി, എനിക്കറിഞ്ഞുകൂടാ. അവിടെയൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു, ചവറ പന്മന തേവലക്കര ചകിരി കൊണ്ട് പഴയ്ക്കണം എന്ന്.
അങ്ങനെ തൊണ്ട് തെല്ലുന്ന ഒരു ഗ്രാമം. അപ്പോൾ ഈ ചകിരിയുടെ ഒരു മണം ആ ഗ്രാമത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലുണ്ടാവും വിശേഷിച്ച്. അതെ, അപ്പോൾ അത് ഞങ്ങൾക്കതൊരു നാറ്റമല്ല, അതൊരു അതെ മത്സ്യഗന്ധിനി എന്നല്ലേ പിന്നെ പ്രയോഗിച്ചിട്ടുള്ളത്. അതെ, മത്സ്യം അവിടെ ഒരു മത്സ്യ ദുർഗന്ധി എന്നല്ല പറഞ്ഞത്. അതുപോലെ ഈ ചകിരി കൊണ്ട് പഴിക്കുന്ന ഈ ആ നാട്ടുംപുറത്തിന് അതിൻ്റേതായ ഒരു കായൽ കിഴക്കേറ്റത്ത്, പടിഞ്ഞാറേറ്റത്ത് ഒരു കടൽ, അതിനിടയ്ക്ക് ഒരു തോട്, അങ്ങനെ കായലും കടലും തോടും കണ്ടു വളർന്നതാണ്. അതിൻ്റെ വ്യത്യസ്തമായ തീരഭംഗികളും അതിലൂടെ പാഞ്ഞു പോകുന്ന വാഹനങ്ങളുടെ പ്രത്യേകതകളും, ഈ കടൽക്കരയിൽ ചെന്ന് നിന്നാൽ അന്ന് കപ്പലുകൾ ദൂരെ കൂടി ഇങ്ങനെ പോകുന്നത് കാണാം, അതിൻ്റെ പുക ഇങ്ങനെ ഉയരുന്നത് കാണാം. കപ്പലൊരു തീപ്പെട്ടിയുടെ വലിപ്പത്തിലാണ് നമ്മൾ കാണുന്നത്, അത്ര ദൂരെ കൂടെ പോകുന്നത്. അതേസമയത്ത് തോട്ടിൻ്റെ കരയിൽ നിന്നാൽ ഈ തൊണ്ട് കയറ്റിയ ഈ ഗർഭഭാരം കൊണ്ട് വലിഞ്ഞിഴഞ്ഞ് നീങ്ങുന്ന സ്ത്രീകളെ പോലെ ഇഴഞ്ഞ് ഒരുപാട് തൊണ്ട് കയറ്റി വെച്ചിട്ടുള്ള ഈ വള്ളങ്ങൾ നീങ്ങുന്നത് കാണാം. കിഴക്കേ കായലിൽ ചെന്ന് നിന്നാൽ അവിടെ സൂര്യോദയവും അതുപോലെ തന്നെ ഈ വല കൊണ്ട് മീൻ പിടിക്കുന്നതും അങ്ങനെ വളവര എന്ന് പറയുള്ള വള്ളങ്ങൾ കാണും. ഈ പാണന്റെ പാട്ടും നമുക്ക് അന്യം നിന്നത് പോകുന്നു, അത് വിഷമത്തോടെ സാർ പറയുന്നത്. പാണൻ മാത്രമല്ല, ഈ നമ്മുടെ കേരളത്തിൻ്റെ തനത് പാട്ടുകളെന്ന് പറയുന്നത് പുള്ളോപ്പാട്ട്, പാണപ്പാട്ട്, തിരുവാതിരപ്പാട്ട്, കുമ്മിപ്പാട്ട്. അതിൽ വീട്ടിൽ ഈ തിരുവാതിരയ്ക്കും മറ്റും കുമ്മിയടിച്ചും കളിക്കുന്ന പാട്ട്, പിന്നെ സോപാന സംഗീതം കുറച്ചുകൂടെ മേലോട്ട് കയറിയ ജയദേവൻ്റെ അഷ്ടപതി പോലും കേരളത്തിന് പ്രത്യേകമായ ഒരു രീതിയിലാണ് ആലപിച്ചിരിക്കുന്നത്. അഷ്ടപതി ഈ ഒറീസയിലുള്ള ഗായകർ ആലപിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ജയദേവൻ ഒറീസയിലോ ബംഗാളിലോ ജനിച്ചതെന്നുള്ള ഒരു തർക്ക വിഷയമാണ്, അതിരിക്കട്ടെ. പക്ഷേ ഈ ഒഡീസയോട് ചേർന്നും ഒറീസയിലും മറ്റും അവർ പാടുന്ന ആ പാട്ട് കുറച്ചുകൂടെ വികാരനിർഭരമാണ്. ഈ ധീരസമീരെ യമുനാധീരെ പോലെയുള്ളല്ലോ, യാഹി മാധവ യാഹി കേശവ ഇതൊക്കെ പാടി കേൾക്കുമ്പോൾ അത് വേറെ തരത്തിലാണ്. പക്ഷേ ഇവിടെ ആകുമ്പോൾ അത് ഈ ഇടയ്ക്കേടതായ താളത്തിനനുസരിച്ചാണ് അതിൻ്റെ ഒരു ഗതി. അത് ഓരോ രാജ്യത്ത് ചെല്ലുമ്പോൾ ആ രാജ്യത്തിൻ്റെതായ രീതിയിൽ അത് മാറുന്നു. ഇപ്പോൾ ആസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്നതാണ് മരച്ചീനി എന്ന് പറഞ്ഞാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മരച്ചീനി നമുക്ക് ആനക്കൊമ്പൻ, നെടുമങ്ങാടൻ എന്നൊക്കെ അതിൻ്റെ പേര് മാറി. അതുപോലെ എവിടുന്ന് കൊണ്ടുവന്നാലും മലയാളിക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ അത് കേരളീയമായി മാറും. കേരളത്തിൻ്റെതായ ഒരു മുദ്ര അതിനകത്ത് പതിയും. ഇഷ്ടപ്പെട്ട ഭക്ഷണം പെട്ടെന്ന് മരച്ചീനി എന്ന് പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് എനിക്ക് ഓർമ്മ വന്നത്. സാറിൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം? തീർച്ചയായിട്ടും മരച്ചീനി വളരെ ഇഷ്ടമാണ്, പക്ഷെ ഇപ്പോൾ അധികം കഴിച്ചുകൂടാ, പഞ്ചസാരയുടെ അസുഖമുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിനെ ഈ എത്നിക് എന്ന് വിശേഷിപ്പിച്ച് ഇപ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം മരച്ചീനി ഇപ്പോൾ ഏതാണ്ട് ഇന്ത്യയിലെ ഏത് ഹോട്ടലിൽ ചെന്നാലും ചില ദിവസങ്ങളിൽ അവിടുത്തെ മെനുവിൽ കാണാം, മരച്ചീനി കാണാൻ സാധിക്കും. വലിയ പാർട്ടിക്കൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ മരച്ചീനി ഒരു ഫുഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ മരച്ചീനി ധാരാളം കഴിച്ചിട്ടുണ്ട്. എങ്കിലും ഈ പാവപ്പെട്ടവൻ്റെ ഒരു ആഹാരമായിട്ടാണ് മരച്ചീനിയും പിന്നെ ഈ വല്ല എന്തെങ്കിലും പൊടി മത്സ്യങ്ങളുമൊക്കെ പാവപ്പെട്ടവൻ്റെ ആഹാരമായിട്ടാണ്. പക്ഷേ ഇന്ന് നമ്മൾ ചെല്ലുമ്പോൾ പോഷ് ഹോട്ടലിലെ വലിയ വിലപിടിപ്പുള്ള ഡിഷാണ് സൈഡ് ഡിഷ് പോലെയല്ല, മെയിൻ ഡിഷാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് ബഹിഷ്കൃതമാകുന്ന പലതും വിദേശത്ത് ചെല്ലുമ്പോൾ സമാദൃതമായി തീരുന്നത് നമുക്ക് കാണേണ്ടതായിട്ട് വരും. അധ്യാപന ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന പെറ്റ് സ്റ്റുഡൻസ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഉണ്ടോ? ഈ എല്ലാ വിദ്യാർത്ഥികളെയും നമ്മൾ ഒരുപോലെ കരുതണം എന്നതാണ് അതിൻ്റെ സത്യം. അങ്ങനെ കരുതിയിട്ടുള്ളൂ. പക്ഷേ ചില കുട്ടികൾ അധികമായ ചില വൈഭവങ്ങൾ കാണിക്കുമ്പോൾ അധികമായ ഒരു അടുപ്പം മാനസികമായിട്ടുണ്ടാകും. എങ്കിലും കഴിയുന്നത് ഞാനത് പ്രകടിപ്പിക്കാറില്ല. എൻ്റെ മുമ്പിൽ കൂടി പിന്നീട് പേരെടുത്ത് ഇന്ന് പേരെടുത്ത് ഞാൻ പറഞ്ഞാൽ നിങ്ങളൊക്കെ അറിയുന്ന വലിയ എഴുത്തുകാരും കവികളും സിനിമാ സംവിധായകരുമായ കുറേ അധികം പേര് എൻ്റെ മുമ്പിൽ കൂടി ഞാൻ എൻ്റെ ക്ലാസ്സിൽ വന്നിരുന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഒരു നീണ്ട നിര. അതെ, അവരുടെയൊക്കെ പേര് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം അതൊരു വലിപ്പം പറയുകയാണെന്ന്. അതുകൊണ്ട് ആരുടെയും പേര് പറയുന്നില്ല. പക്ഷേ ഒരു ഒരു നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ച ഒരാളുടെ ചിത്രം ഈ പടത്തിൽ കാണുമ്പോഴാണ് ഇയാൾ ആ യൂണിവേഴ്സിറ്റി കോളേജിലെ നമ്പർ 102 എൻ്റെ മുമ്പിൽ ഇരുന്ന ആളല്ലേ എന്ന് തോന്നുന്നത്. സിനിമാ രംഗത്ത് ഗോൾഡ് മെഡൽ കിട്ടിയ ഒരു സംവിധായകനെങ്കിലും എൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ട്. സിനിമാ രംഗത്ത് ഇന്നും വളരെയധികം, ഞാനും ഈ അടുത്ത അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിൽ പ്രസംഗിക്കാൻ പോയി. ഒരാൾ
എൻ്റെ കൈകൊണ്ട് ആദ്യത്തെ കഥ വാങ്ങിച്ച് മാതൃഭൂമിക്ക് അയച്ചിട്ടുണ്ട് എൻ്റെ വിദ്യാർത്ഥിയായിരുന്നു. ഇവരുടെ ആരുടെയും പേര് ഞാൻ പറയുന്നില്ല, ഊഹിക്കുന്നതിൽ വിരോധമില്ല, അത് നിങ്ങളുടെ കഴിവ് പോലിരിക്കും. അങ്ങനെ പല ആളുകളുമുണ്ട്. എന്തിന് ഏറ്റവും വലിയൊരു നക്സൽ നേതാവായി അറിയപ്പെട്ട ഒരാളിൻ്റെ ചിത്രം എൻ്റെ ഒരു ദിവസം രാവിലെ പടത്തിൽ കണ്ടു, പത്രത്തിൽ. അപ്പോഴാണ് ഇയാൾ നക്സൽ നേതാവാണോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത് പുൽപ്പറ്റയല്ലേ, എവിടെയാണ് ഒരു വലിയ കേസുണ്ടായാലും അജിതയൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള കേസ്. അയാൾ വളരെ ശാന്തനും സൽസ്വഭാവിയും നന്നായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുമായിരുന്നു. ഏതാണ്ട് പ്രായം കുറച്ച് കൂടുതലുണ്ടായിരുന്നു, കാരണം കുറേ കാലം അധ്യാപകനായിരുന്നിട്ടൊക്കെയാണ് അവിടെ MA പഠിക്കാൻ വന്നത്. ഇയാൾ ഞാൻ നക്സലായോ എന്ന് തോന്നി. അപ്പോൾ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല, ഈ സാഹചര്യങ്ങൾ മൂലം പലരും പലതായിത്തീരുന്നു. എൻ്റെ മുമ്പിലിരുന്ന ഈ സിനിമാ സംവിധായകനുണ്ടല്ലോ, ഭാവിയിൽ അങ്ങനെയാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. മനസ്സിലായില്ലേ? ഇത് ഞങ്ങൾക്കൊക്കെ ഒരു മോട്ടിവേഷൻ. അപ്പം കുട്ടിക്കാലത്ത് കാണുന്ന പോലെയല്ല, എല്ലാവരും വളർന്നു വലുതാവും എന്നുള്ളത് നല്ലൊരു മെസ്സേജാണ്. ഇവരൊക്കെ പക്ഷേ എന്നെ കാണുമ്പോൾ ഒരു ഗുരുവിൻ്റെ ആദരവ് എനിക്ക് തരാറുണ്ട്, അത് ഞാൻ പറയണം, ഇല്ലെങ്കിൽ അതൊരു തെറ്റായിരിക്കും. പക്ഷേ ഇത് പരസ്യമായി പ്രഖ്യാപിച്ച് എൻ്റെ ഗുരുവാണെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഒരു പുസ്തകം റിലീസ് ചെയ്യിച്ചത് ബാലചന്ദ്ര മേനോനാണ്. ഈ പത്രപ്രവർത്തനത്തിന് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ, ഏത് സിനിമാ പത്രപ്രവർത്തനത്തിന്, ഞാൻ പറഞ്ഞു അതിന് പോകണ്ട, അവിടെ അഭിനയിക്കാൻ പോകുമെന്ന് പറഞ്ഞ് അഡ്വൈസ് ചെയ്ത് വിട്ടതാണ്. പിന്നെ അവിടെ ചെന്നിട്ട് അവസാനം എൻ്റെ ഒരു ചവറയിലുള്ള ഒരു സുഹൃത്ത് പ്രൊഡ്യൂസറായിട്ടുള്ള ഒരു പടത്തിലാണ് ആദ്യം ഉത്രാട രാത്രി അഭിനയിച്ചത്. ഇങ്ങനെ ഒരു വലിയൊരു വലയം നമ്മളെ ചുറ്റും കാണും. അതൊക്കെ ഒരു വലിയ സന്തോഷമാണ് ഇപ്പോൾ. പക്ഷേ ഇന്ന് അധ്യാപകനും കുട്ടിയും തമ്മിൽ ഒരു ഫ്രണ്ട്ലി ആയിട്ടിരിക്കണം. പക്ഷെ അന്ന് അങ്ങനെയാണ്. അല്ല, അന്ന് ഉദാഹരണം പറയാം. ഞാൻ 25 വർഷക്കാലം യൂണിവേഴ്സിറ്റി കോളേജിൽ അധ്യാപകനായിരുന്നു. ഇന്ന് ഒരധ്യാപകനും ഒരു കലാലയത്തിൽ 25 പോയിട്ട് 10 കൊല്ലം പോലും തുടരെയിരിക്കാൻ പറ്റില്ല. കാരണം ട്രാൻസ്ഫർ, പിന്നെ അതിന് ചില നിയമങ്ങൾ, നോംസ് എന്നാണ് പറയുക. ഒരാൾ 2 കൊല്ലം എടുത്തിരുന്നാൽ ഉടനെ അയാളെ വടക്കേ അറ്റത്തെ കോളേജിൽ അയക്കണം. അവിടെ ചെന്ന് വേര് പിടിക്കുന്നതിന് മുമ്പ് പിന്നെ തെക്കേ അറ്റത്ത്, ഇങ്ങനെ ഉണ്ട്. അന്ന് അതൊന്നും തുടങ്ങിയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പഠിച്ച കോളേജാണ് യൂണിവേഴ്സിറ്റി കോളേജ്. ഇൻ്റർമീഡിയറ്റിനും അവിടെ ആയിരുന്നു, MAയ്ക്കും അവിടെ ആയിരുന്നു. അവിടെ തന്നെ 25-ൽ പരം വർഷം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രത്യേക സ്നേഹം. ആ കിഴക്ക് വശത്ത് നിൽക്കുന്ന മാവ് കാണുമ്പോൾ തന്നെ അതിൻ്റെ ചോട്ടിലായിരുന്നു ആദ്യമായിട്ട് ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ത്രിവർണ്ണ പതാക ഉയർത്തിയിരുന്നത്. അന്ന് അത് തന്നെ ഒരു വലിയ ഒരു എന്താ പറയുക, ഒരു ആവേശത്തിൻ്റെ ഫലമായിട്ട് ചെയ്യുന്നതാണ്. അന്ന് ഒരു ധീരകൃത്യമാണ് ഒരു ത്രിവർണ്ണ പതാക ഉയർത്തുക എന്നാൽ. ഇന്നിപ്പോൾ വഴുനീളെ നമ്മൾ കാണുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യമായിട്ട് വിദ്യാർത്ഥികൾ ചങ്കൂറ്റത്തോടെ SRCP ഭരിക്കുന്ന കാലമാണ്. ത്രിവർണ്ണ പതാക ഉയർത്തിയ ആ മാവ് കണ്ടുകൊണ്ട് ക്ലാസ്സിലേക്ക് പോകുന്ന അവസരത്തിൽ ഒരു അധ്യാപകന് ആ കോളേജുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിന് കൂടുതൽ ഒരു വേരുറപ്പുണ്ടാവുകയാണ്. അങ്ങനെയൊന്നും എനിക്കിപ്പോൾ, ഞാൻ തലശ്ശേരി കോളേജിൽ പഠിപ്പിച്ചു, നല്ല കോളേജാണ് ബ്രണ്ണൻ കോളേജ്, പക്ഷേ ഒരു വേരുറപ്പൊന്നും എനിക്കവിടെ ഇല്ല. കുറച്ച് കാലം പഠിപ്പിച്ചു, അന്ന് കുറേ നല്ല വിദ്യാർത്ഥികളുണ്ട്, അവരൊക്കെ വളരെ നല്ല നിലയിലാണ്, അവരെയൊക്കെ പഠിപ്പിച്ചു. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഈ ചാനലിൽ തന്നെ പ്രധാനപ്പെട്ട ചില ആളുകളുണ്ട്, അവിടെ പഠിച്ചവരാണ്. ഈയിടെ എനിക്ക് അവിടെ സ്വീകരണം തന്നു, അപ്പോൾ അവരൊക്കെ വന്നിരുന്നു. അത് മറ്റൊരു കാര്യമാണ്. പക്ഷേ ഈ വേരുറപ്പെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി കോളേജിലെ പോലെ വേറൊന്നും ഇല്ല. അതെ. പിന്നെ കുറച്ച് നല്ല ഓർമ്മകളുള്ളത് കൊല്ലത്തെ എൻ്റെ നഗരത്തിലെ ശ്രീനാരായണ കോളേജാണ്. അന്ന് ശ്രീനാരായണ കോളേജ് എന്ന് പറയുമ്പോൾ അതിങ്ങനെ തുടക്കം കുറിച്ചു വരുന്ന ഒരു കോളേജാണ്. കുറച്ച് നല്ല അധ്യാപകർ, കുറച്ച് കുട്ടികൾ. അപ്പോൾ അതിൻ്റെ ഒരു ഒതുക്കമുണ്ടായിരുന്നു. അധ്യാപകരെന്ന് പറഞ്ഞാൽ വളരെ പിൽക്കാലത്ത് വളരെ പ്രസിദ്ധരായി തീർന്ന അധ്യാപകരാണ് അവിടെ ആദ്യകാലത്ത് തന്നെ ഉണ്ടായിരുന്നത്. അവരുടെ മുന്നിൽ ഇരുന്ന് പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും അതുവഴി പോകുമ്പോഴൊക്കെ ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ ഞാൻ പഠിച്ച കോളേജ് ഇന്ന് വിമൻസ് കോളേജാണ്. താണ് കുനിഞ്ഞ് ഇങ്ങനെ ഒരു കോഴി ചിറകിരിക്കുന്നത് പോലെ ഇരിക്കുന്നു. അതിനപ്പുറത്ത് വലിയ കെട്ടിടമൊക്കെയായി. അപ്പോൾ അവിടെ ഒരു പ്രത്യേകമായ ഒരു അന്തരീക്ഷമൊക്കെ ആയി. അത് സ്വാഭാവികമാണ്. നമുക്ക് ഈ മാറ്റവുമായി പൊരുത്തപ്പെടാം എന്നേ പറയാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഈ മാറ്റങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നു. എങ്കിലും മാറ്റങ്ങളോട് പൊരുത്തപ്പെടുമ്പോൾ പോലും നാം ആ കാലം, അത് പണ്ട് ഒരു ഇംഗ്ലീഷ് കവി പറഞ്ഞതുപോലെ ഫ്രഞ്ച് റവല്യൂഷൻ്റെ കാലം, ആ കാലം ഒരു സുവർണകാലമായിരുന്നു എന്ന് പറയും. സുവർണകാലം എന്ന് പറഞ്ഞു, ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന 2 പേരെന്ന് പറഞ്ഞാൽ ONV സാറും ദേവരാജ മാഷും. എന്താണ് ആ കൂട്ടുകെട്ടിനെ കുറിച്ച് പെട്ടെന്ന് സാറ് ഓർക്കുകയാണെങ്കിൽ? അത് ഒരു യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരേ കാലത്ത് പഠിച്ചു. അതെ.
യൂണിവേഴ്സിറ്റി കോളേജിൽ ആദ്യമായിട്ട് ദേവരായൻ ഒരു സ്റ്റേജിൽ കയറി നിന്ന് പാടുന്നതിന് ഞാൻ സാക്ഷിയാണ്. അവിടുത്തെ അന്ന് ഈ സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പാണ്. ജി ശങ്കരക്കുറുപ്പിനെ പോലെ ഒരാൾ എറണാകുളത്ത് നിന്ന് ഇവിടെ കൊണ്ടുവന്ന് മലയാള സമാജം ഉദ്ഘാടനം ചെയ്യിക്കുക, അതൊക്കെ അന്ന് വലിയ കാര്യമാണ്. അതുപോലെ അവിടെ ചരിത്ര വിദ്യാർത്ഥികളുടെ ഹിസ്റ്ററി അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്യാൻ KPS മേനോനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ സർദാർ KM പണിക്കരെ കൊണ്ടുവരിക, അരുണ സഫാരിയെ കൊണ്ടുവരിക, ഇതൊക്കെയായിരുന്നു അന്നത്തെ അവിടുത്തെ ഇന്നത്തെ പോലെ അല്ല. ഇന്നത്തെ തെറ്റൊന്നും പറയുകയല്ല, ഇന്നത്തതിന് എന്തോ ഒരു കുത്തിവെച്ചുകൊണ്ട് പറയാൻ തോന്നരുത്. ഈ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുറ്റത്താണ് ഞാൻ ആദ്യമായിട്ട് അരുണ സഫാരിയെയും അച്യുത് പട്ടുവർദ്ധനെയും ജയപ്രകാശ് നാരായണനെയും സർദാർ KM പണിക്കരെയും KPS മേനോനെയും ഒക്കെ ഒക്കെ കാണുന്നു. ഞാൻ ജിയെയും ആദ്യം കാണുന്നു എന്ന് പറയുമ്പോൾ അത്ര ഒരു വലിയ ഒരു മാനം, ഡയമെൻഷൻ അന്ന് വിദ്യാർത്ഥി സാംസ്കാരിക ജീവിതത്തിനുണ്ടായി. ഇന്നിപ്പോൾ അത് ഏറ്റവും കൂടുതൽ എന്താണ് തെരുവ് യുദ്ധം നടക്കുന്ന തുമ്പറത്തോടുകൂടി ഒരു കോളേജാണ്. എന്നാൽ ആ കൂട്ടുകെട്ടിൽ അദ്ദേഹം പാടിയ പാട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ പാട്ടോടുകൂടിയാണ് ശ്രദ്ധിച്ചത്, ജയതി ജയതി ഭാരതമാത എന്ന്. സാധാരണ ഒരു കീർത്തനം പാടുന്നതിന് പകരം അപ്പോൾ ഈ ജയതി ജയതി ഭാരതമാത എന്ന് പറയുന്നത് അന്ന് വളരെ ഒരു ദേശാഭിമാനത്തിൻ്റെ ഒരു പാട്ടായിരുന്നു. ആ പാട്ട് പാടിയപ്പോൾ ശങ്കരക്കുറുപ്പ് തന്നെ വളരെ പ്രശംസിച്ചു പറഞ്ഞു. ഒരു മെലിഞ്ഞ് കറുത്ത് കൊല്ലുന്നതിനെ ഒരാൾ, എന്നെക്കാൾ 3-4 വയസ്സേ കൂടുതലുള്ളൂ, 2-3 വയസ്സ്. ഈ ദേവരായന് ആയിട്ട് പരിചയമായി, അടുപ്പത്തിലായി സ്വാഭാവികമായിട്ടും. പിന്നെ SN കോളേജിൽ ഞാൻ വന്നപ്പോൾ അദ്ദേഹം അവിടെ പഠിച്ചിട്ടില്ല, പക്ഷേ കൂടെ അവിടെ വരും. അദ്ദേഹത്തിന് ബിരുദം എടുക്കാനൊന്നും താല്പര്യമില്ലായിരുന്നു. അച്ഛന് ആണെങ്കിൽ അതായിരുന്നു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഞങ്ങളുടെ അടുത്തൊക്കെ വന്ന് ഇങ്ങനെ കൂടുക, ഒരു ബേഡ്സ് ഓഫ് ദി സെയിം ഫെദർ എന്ന് പറയുന്ന പോലെ ഒന്നിച്ചു വന്ന് കൂടുക. അപ്പോൾ എൻ്റെ മുറിയിൽ വന്നിരുന്ന് പുസ്തകങ്ങളെടുത്ത് ചങ്ങമ്പുഴയുടെ ഒക്കെ കവിതകൾ അദ്ദേഹം ഇങ്ങനെ മൂളി ഒരു പ്രത്യേക തരത്തിൽ അത് പാടി കേൾപ്പിക്കും. അന്നത് പതിവുള്ളതല്ല. പൂർവ്വ മാതൃകകളില്ലാത്ത ഈണങ്ങളിൽ മലയാള കവിത ചൊല്ലി കേൾപ്പിച്ച കവിയാണ് ദേവരായൻ. ഇപ്പോഴും ഓർക്കുന്നു. എനിക്ക് ചൊല്ലാൻ ഇപ്പോൾ കഴിയില്ല, പണ്ടും ചൊല്ലാൻ അധികമൊന്നും കഴിവില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ശബ്ദമൊന്നും ശരിയല്ല. ചങ്ങമ്പുഴയുടെ പ്രസിദ്ധമായിട്ടുള്ള ആരാവിൽ നിന്നോട് ഞാൻ ഓതിയ രഹസ്യങ്ങൾ ആരോട് മറ്റുള്ളൊരുതോമനെ നീ, അതുപോലെ വല്ലാതെ വാടിത്തളർന്നു നാഥ പള്ളിക്കുള്ളിൽ ഇരിപ്പുരാധ തുടങ്ങിയിട്ടുള്ള കവിതകളൊക്കെ മനോഹരമായി ചൊല്ലും. ആ കൂട്ടത്തിൽ ജി കുമാരപിള്ളയും ഏതാണ്ട് ചങ്ങമ്പുഴയുടെ അതേ മധുര ശൈലിയിലെഴുതുന്നൊരു കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെയും 1-2 കവിതകൾ അദ്ദേഹം പാടിക്കേട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് എൻ്റെയും ചില കവിതകൾ അദ്ദേഹം എഴുതി ചൊല്ലിയത്, ഈണം ഇട്ടത്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ദേവരായനും കൂടെ വരും. സൗകര്യപ്പെട്ടാൽ ഒരു പാട്ട് പാടും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പ്രസിദ്ധമായി. പിന്നെ അദ്ദേഹം ഈ ഞങ്ങളുടെ ഒരു പ്രസ്ഥാനത്തോടുമൊക്കെ മനസ്സുകൊണ്ട് അടുത്തു നിന്നു. അല്ലാതെ പ്രവർത്തനമൊന്നും ആയിരുന്നല്ലോ ഒരിക്കലും. പക്ഷേ മനസ്സുകൊണ്ട് ഞങ്ങളോടാണ് അടുപ്പം. കാരണം ഈ കൂടുതൽ കലയും സംസ്കാരത്തെയൊക്കെ മാനിക്കുകയും അതെല്ലാം ചർച്ചാ വിഷയമാവുകയും ചെയ്യുന്ന കൂട്ടം ഞങ്ങളുടെ വിദ്യാർത്ഥി കൂട്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ വളർന്നു വന്നപ്പോൾ അവസാനം KPSC ഉണ്ടായി. ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അതിൽ പ്രവർത്തിച്ചു. ഈ പൊന്നഗിരി വളമ്പളിയൊന്നും കമ്മ്യൂണിസ്റ്റാക്കി നാടകത്തിന് വേണ്ടി എഴുതിയതല്ല. അതൊക്കെ അന്നേ വളരെയധികം ജനപ്രീതി നേടി. ദേവരായൻ എത്രയോ ആവർത്തി വേദികളിൽ നിന്ന് പാടിയ പാട്ട് അതിനകത്ത് ഇങ്ങനെ തുന്നിച്ചേർത്തതാണ്. അതെ.